ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് ഇട്ടതിൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടത്. പാർട്ട് 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് രാത്രി കൊടുത്തിട്ടുള്ള കേക്കും അതിന് പിറ്റേന്ന് രാവിലെ കൊടുത്തിട്ടുള്ള കേക്കുകളാണ് കേട്ടത്. ഇത് പിറ്റേന്ന് രാവിലെ കൊടുക്കാനുണ്ടായിരുന്ന ഒരു 1 kg ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു വർക്കായിരുന്നു. പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ രാവിലെ അവർ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നൈറ്റിൽ വേഗം ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. പിന്നെ ടെൻഡർ കോക്കനട്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവർക്കറിയാം ഞാൻ കല്യാണ തിരക്കിലായിരുന്നു എന്ന്. അപ്പോൾ സ്ഥിരം എൻ്റെ ഒക്കെ ഈ ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ അവർ മേടിക്കില്ല. അപ്പോൾ നിനക്ക് എളുപ്പമുള്ളത് ഏതാ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്ഥിരം ഒരു മേടിക്കുന്ന കേക്ക് ഇതാണല്ലോ, അപ്പോൾ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതന്നെ ചെയ്ത് കൊടുത്തിട്ടാ. ഇത് രാവിലെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കാണ്, റെഡ് വെൽവെറ്റ് കേക്ക്. ഇത് നൈറ്റ് എല്ലാ വർക്കും കഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ കല്യാണം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വന്നതിൻ്റെ ശേഷം കസ്റ്റമർ ഒരു 11:30 വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി, ഞങ്ങൾ ഇത് എത്തിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തട്ടി കൂട്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്താണ് കേട്ടോ. പ്രത്യേകിച്ച് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബോക്സിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ അതും കൊടുത്തയച്ചു കേട്ടോ. അങ്ങനെ പിറ്റേന്ന് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത് 2 സെറ്റ് ബ്രൗണിയുടെയും അതുപോലെ തന്നെ 6 ഡോണട്ട്സിൻ്റെ ആയിരുന്നു കേട്ടോ. നോർമലി കേക്ക്സ് മാത്രമാണ് ഓർഡർ വരാറുള്ളത്. ഇതുപോലെ ബ്രൗണി അങ്ങനത്തെ ഐറ്റംസൊക്കെ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ കേട്ടോ. ഡോണട്ട്സും കപ്പ് കേക്ക് അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റായിട്ട് കേക്കിൻ്റെ കൂടെ വരാറുള്ളത്. അങ്ങനെ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തെടുക്കുകയാണ്. 2 സെറ്റ് ബ്രൗണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഡബിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 കപ്പ് ബട്ടറും അതുപോലെ തന്നെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ വാനില എസൻസും ഒരു ഡ്രോപ്പല്ല കേട്ടോ, ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിന് ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് ഞാൻ മോളെ കൊണ്ടാണ് കേട്ടോ അത് മിക്സ് ചെയ്യാൻ കൊടുത്തത്. ആ ടൈമിൽ വേറൊരാൾ ഇവിടെ ചെറിയൊരു തല്ലൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കാൻ പറ്റില്ല. അവനക്കിത് മിക്സ് ചെയ്യാൻ കൊടുക്കാത്തതിൻ്റെ ചെറിയൊരു പ്രാന്താണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. ചെറിയൊരു കലിപ്പനാണ് ആൾ. പക്ഷേ വീട്ടിലേക്ക് ചെയ്യാനുള്ളതൊക്കെയാണെങ്കിൽ ഞാൻ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷേ നമ്മൾ ഓർഡറായിട്ട് വന്നിട്ടുണ്ടെന്നൊന്നും ഞാൻ അവരെ കൂടെ തൊടിപ്പിക്കാറില്ല കേട്ടോ. ഇതുപോലെ ചില വയ്യായികമൊക്കെ വന്ന ടൈമിൽ മാത്രം മോളെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാറുള്ളൂ. അപ്പോൾ ഇതാ അവൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയും മുട്ടൊക്കെ നന്നായിട്ട് മിക്സായി വന്നപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് ഒഴിച്ചാൽ പിന്നെ മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ, ഭയങ്കര കട്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ ചോക്ലേറ്റും മുട്ടൊക്കെ നന്നായിട്ട് ഒന്നായിട്ട് മിക്സായിട്ട് എടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 3/4 കപ്പ് മൈദയും, ഒരു സെറ്റ് ബ്രൗണിൽക്കാണെങ്കിൽ 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുക്കുക. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് എടുത്തിട്ട് അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെറ്റിയാനായിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടി പോലെ തോന്നുമെങ്കിലും നന്നായിട്ട് മിക്സാക്കി വന്ന ടൈമിൽ നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയി കിട്ടും കേട്ടോ. ലാസ്റ്റ് ഇതുപോലെ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാവുക. അത് ഞാൻ 2 8 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 2 സെറ്റ് ആയതുകൊണ്ട് 2 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഇതുപോലെ ബട്ടർ പേപ്പർ നല്ല ഹൈറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ ഹൈറ്റിൽ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നോർമലി സ്പഞ്ചൊക്കെ എടുക്കുന്ന പോലെ കണ്ട് കമിഴ്ത്തിയെടുക്കാൻ പറ്റില്ലല്ലോ ബ്രൗണി. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഹൈറ്റിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഓവൻ ഏതാണെന്ന് എല്ലാ വീഡിയോയിൽ കമൻറ്റ് താഴെ വരാറുണ്ട് കേട്ടോ. എൻ്റെ ഓവൻ ഹാവൽസിൻ്റെ 66 ലിറ്ററിൻ്റെ ഓവനാണ് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇടണ്ട എന്തായാലും. അപ്പോൾ ഞാൻ അത് വെക്കണ ടൈമിൽ ബട്ടർ പേപ്പറൊന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിട്ട് വീണ്ടും അതിലേക്ക് വെച്ചിട്ട് ബേക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 25 മിനിറ്റ് ടൈമറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ ഞാനൊരു 5 മിനിറ്റും കൂടി എക്സ്ട്രാ കൂടുതൽ വെച്ചിട്ട് അങ്ങനെ മൊത്തം 30 മിനിറ്റാണ് ബേക്ക് ആവാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അന്ന് വൈകിട്ട് കൊടുക്കാനായിട്ട് ഒരു മിനി കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗണി ആവുന്നതിൻ്റെ ഇടയിൽ തന്നെ വേഗം അതിലുള്ള ബാറ്ററൊക്കെ ആക്കിയിട്ട് രണ്ടും ഒരുമിച്ച് ബേക്കാക്കാൻ വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളെ ബ്രൗണി ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു ക്രാക്ക് വന്നിരിക്കുന്നത്, ഇതാണ് ബ്രൗണിയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ട് ഉള്ളവർക്ക് മനസ്സിലാവും ഇതുപോലെ ഈ ഒരു ക്രാക്ക് അതിൽ മിക്കവാറും വരാൻ ചാൻസ് കുറവായിരിക്കും.
അത് കിട്ടണമെങ്കിൽ കറക്റ്റ് ഓവനിൽ തന്നെ ബേക്ക് ചെയ്യണം കേട്ടോ. ഇത് കാണുമ്പോഴാണ് എനിക്കൊരു ഭയങ്കര സന്തോഷം. കാരണം ഓവനില്ലാണ്ട് ഭയങ്കര ഒരു സങ്കടപ്പെട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതുപോലെ ഒരു ക്രാക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ബ്രൗണിയിൽ. മാഷാ അല്ലാ, അങ്ങനെ ഓവനും മേടിച്ച് ഇതുപോലെ ബ്രൗണിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത്. അങ്ങനെ ഇതാ എല്ലാം ബേക്കാക്കി എടുത്ത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടാറിന് ശേഷം കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് അല്ല, ഞാൻ ന്യൂട്ടലാണ് കേട്ടോ ടോപ്പിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കൊടുക്കാൻ ടൈം ആയിട്ടില്ല, പക്ഷേ ഡോണറ്റ്സും കൂടി ചെയ്തെടുക്കാണ്ടല്ലോ. അപ്പം ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഡോണറ്റ്സ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വേഗം തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം ഇത് ബോക്സിലാക്കി മാറ്റി വെച്ചുട്ടാ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഡോണറ്റ്സിൻ്റെ മാവൊക്കെ അവിടെ സെറ്റാക്കി കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടൈം കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന് ഒരു ബ്രൗണി മാത്രം പീസാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇതുപോലെ പ്ലെയിൻ ആക്കിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബോക്സിൽ വെച്ച് ഇപ്പോൾ എന്തോ പോലെ തോന്നിയപ്പോൾ ഞാൻ അടിയിലൊരു ബേസ് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ, അതിൻ്റെ മുകളിലാണ് ബ്രൗണി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ ബ്രൗണിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. 2 ബ്രൗണീസും സെറ്റാക്കി സെപ്പറേറ്റ് പാക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ബോക്സിലാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡോൺസ് ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ബോൾസാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോയിട്ടാണ്. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ കുളിക്കാൻ പോയി വന്നതിൻ്റെ ശേഷം അതൊക്കെ ബോൾസൊക്കെ ഒന്നും കൂടി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ ഇത് കസ്റ്റമറിന് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെറ്റ് ആവുന്നതിനനുസരിച്ച് ചൂടാറിയതിൻ്റെ ശേഷം ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോർമൽ ചോക്ലേറ്റിൽ മുക്കുന്നതിനാട്ടിയും ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ടാണ് കേട്ടോ എടുക്കൽ. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ അതുപോലെ ഒരു സൈഡിൽ ഇതാ ഡോൺസ് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ആവുന്നതൊക്കെ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 6 എണ്ണമാണ് ഓർഡർ ഉണ്ടായിരുന്നത്, പക്ഷെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടാണ് വീട്ടിലേക്കും വേണ്ടിയിട്ട്. അതിനത് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി മുകളിൽ ടോപ്പിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 6 അല്ല 2 വെച്ചിട്ട് സെപ്പറേറ്റ് ഡിസൈൻ ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാണ് കേട്ടോ ഡോൺസിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഡോൺസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അത് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഈ ഒരു പരിപാടിക്ക് നിന്നുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ പിന്നെ വേഗം ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട്, അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അത് അപ്പുറത്തൊരാൾ ഡോണറ്റ്സ് കടിച്ച് തിന്നുന്നുണ്ട്. ഞാൻ വീട്ടിലേക്കായിട്ട് ഉണ്ടാക്കിയോണ്ട് ബാക്കിയൊന്ന് ചോക്ലേറ്റൊക്കെ അതിന് മേലെ വെച്ച് തേച്ച് കൊടുത്തിട്ടൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ നേരത്തെ നമ്മുടെ മിനി കേക്ക് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വൈകിട്ടൊരു 6 മണിയൊക്കെ ആകുമ്പോൾ മേടിക്കാൻ വരാമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറഞ്ഞാൽ മിനി കേക്ക് ഐസിങ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ നോർമൽ കേക്ക് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. കാണാൻ സംഭവം നല്ല ക്യൂട്ടാണെങ്കിലും അതിൻ്റെ ഫിനിഷിങ് പരിപാടിയൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ നമ്മുടെ ഈ ബേസുമെന്ന് എപ്പോഴും ഇങ്ങനെ നിരങ്ങി പോണ ഒരു ടൈപ്പാണ് ഈ സാധനം. പക്ഷേ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കസ്റ്റമർ. നേരത്തെ ന്യൂട്ടെല്ലാം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഇതുപോലെ ടോപ്പിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കേക്കിൻ്റെ വർക്കുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.